ലാളിച്ചു കൊതി തീർന്നിട്ടില്ല, ഓമനിച്ച് വളർത്തി കൊതി തീർന്നിട്ടില്ല, കൺകുളിർക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല. വർഷങ്ങൾ കാത്തിരുന്ന്, 100ഓളം വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ചതായ ഒരു തലമുറയാണത്. സാറ ആ കുഞ്ഞിനെ ഒട്ടും കൊടുക്കുവാൻ തയ്യാറാകില്ല. ഇതിന്റെ മധ്യയിൽ ദൈവം ഈ മകനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീക മർമ്മം ഉണ്ടായിരുന്നു. അബ്രഹാമേ, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്റെ മകനെയാണോ, അതോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണോ? പലപ്പോഴും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലും ചെയ്യാറുണ്ട് പ്രിയരെ. ദൈവത്തിന് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അറിയണം. ഇന്നെന്നെ കാണുന്ന ദൈവപുരുഷന്മാരോടും കർത്താവിന്റെ മക്കളോടും ഈ മെസ്സേജ് കേൾക്കുന്നവരോടും ഒക്കെ ഞാൻ പറയട്ടെ, ഇടയ്ക്കിടയ്ക്കൊക്കെ സ്വർഗത്തിലെ ദൈവം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും കേട്ടോ. നിനക്ക് അവനോടാണോ സ്നേഹം, അതോ ഈ ലോകത്തിലെ മറ്റെന്തിനോടെങ്കിലും ആണോ സ്നേഹമെന്ന്. അവന്റെ സ്നേഹം എപ്പോഴെങ്കിലും അവനോട് കുറഞ്ഞു പോകുമ്പോൾ, ആ സ്നേഹം കുറഞ്ഞു പോയതിന്റെ കാരണങ്ങളിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുവാൻ അവനിടുന്ന പല ചോദ്യ പേപ്പറുകളും നിങ്ങളുടെ മുമ്പിലുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങളുടെ മുമ്പിലുണ്ട്. ചിലരെ എഴുതി അങ്ങ് തോക്കാറുണ്ട്, ചിലർ എഴുതി ജയിച്ച് പ്രൊമോഷനിലോട്ട് പോകാറുണ്ട്. എഴുതി തോറ്റവരുടെ എണ്ണമാ കൂടുതൽ, പക്ഷെ ജയിച്ചു കയറിയവർ പലരും അടുത്ത ലെവലിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് തന്നെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഒരു ചോദ്യം അവന്റെ മുമ്പിൽ വരികയാണ്, എന്നെ സ്നേഹിക്കുന്നുവോ, നിന്റെ ഏകമകനെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിന്റെ മുൻപിൽ സാറായോട് പോലും ചോദിക്കാതെ